Hi, welcome back to Aunt Eliza Dairy. Yes. So, നമ്മൾ പ്രോമിസ് ചെയ്ത ഈസ്റ്റർ എഗ് അല്ലെങ്കിൽ എന്താ സർപ്രൈസ് ഇൻക്ലൂഡിംഗ് ഗയ്സ് ഷീ ടോൾഡ് യു ടു പ്ലാൻ ദിസ് മൈൻഡ് ആക്കണ്ട ഗയ്സ് സോ നമ്മൾ പ്ലാൻ ചെയ്ത് അല്ലെങ്കിൽ ദിസ് ടൈം നമ്മൾ ചെയ്യാനായിട്ട് വിചാരിച്ച ഒരു അല്ലെങ്കിൽ ഒരു 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 സർപ്രൈസ് എലിമെന്റ് ഇസ് ഡാഡി. Yes. Thank you. ഞാൻ പറഞ്ഞു സർപ്രൈസ് ആണ് ബിക്കോസ് എവറി ഇയർ നമ്മൾ മദേഴ്സ് ഡേ യൂഷ്വലി മമ്മീനെ ഫോക്കസ്ഡ് നല്ല അപ്പൊ ഇപ്രാവശ്യം എന്നെ ഫോക്കസ് ചെയ്യുന്നു. അല്ലേ നമ്മൾ മമ്മിയാണ് വി ഹാവ് എ ഡിസ്കഷൻ വി ഹാവ് ദിസ് ടോക്ക് സോ മമ്മി എപ്പോഴും മമ്മി ഗെറ്റ്സ് ടു ടോക്ക് അബൌട്ട് ഹർ ആൻഡ് റിഗാർഡിംഗ് ഹർ മദർ ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ് ദിസ് ടൈം ഐ തോട്ട് നമുക്ക് അപ്പുറത്തെ സൈഡിൽ നിന്നൊരു പോയിന്റ് ഓഫ് വ്യൂ എടുത്താലോ എന്നൊരു ഐഡിയ സോ ഈവൻ ഇഫ് വി ആർ ടോക്കിംഗ് അബൌട്ട് ഇറ്റ് അഗൈൻ വി എൻഡ് ഓഫ് ദി ഡേ വി ആർ വിമൻ അപ്പോൾ ഒരു മെയിൽ പെർസ്പെക്റ്റീവ് എന്നുള്ള സാധനം. So I thought there are few things we can ask Daddy, get his point of view. Appa angane oru I thought we have a small conversation with that. So firstly, Dad, one of the favorite memory of your mother. And then കോൾ എടുത്തെറിഞ്ഞ് motherless as. അമ്മേനെ കുറിച്ചുള്ള ഓർമ്മകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഫോണ്ടായിട്ടുള്ളത് അമ്മച്ചിക്ക് തീരെ വയ്യാണ്ടിരിക്കുന്ന സമയത്ത് അമ്മച്ചിനെ ഞാനിങ്ങോട്ട് ബാംഗ്ലൂരിലേക്ക് കൊണ്ടുവന്നു. അപ്പം അമ്മച്ചിക്ക് സോയിലാണ്ടിരിക്കുന്ന സമയത്ത് അമ്മച്ചിനെ ഞാൻ അങ്ങോട്ട് ബാംഗ്ലൂരിലേക്ക് കൊണ്ടുവരുവാണ്, ഞാൻ നോക്കിക്കോളാമെന്നും പറഞ്ഞുകൊണ്ട്. അപ്പം ഞാനുണ്ട്, സജിയുണ്ട്, ഇവർ രണ്ടുപേരും ഉണ്ട്. അപ്പോൾ അമ്മേനെ എൻ്റെ കൂട്ടത്തിൽ മുന്നിലിരുത്തി സീറ്റ് ബെൽറ്റൊക്കെ ഇട്ട് കൊടുത്ത് ഞങ്ങൾ ഇങ്ങോട്ടും ഏകദേശം ഒരു 10-20 ഐ തിങ്ക് ഓൾമോസ്റ്റ് ഒരു മാസം ഒരു മാസത്തിന് ശേഷം അമ്മച്ചിനെയും കൊണ്ട് ഞങ്ങൾ തിരിച്ച് നാട്ടിലോട്ടും പോയി. അന്നേരം അമ്മച്ചി കുറേ കഥകൾ പറഞ്ഞു. ആ ഒരു കഥ, ആ ഒരു യാത്ര, അത് സത്യം പറഞ്ഞാൽ ഇപ്പോഴും മനസ്സിൽ നിന്ന് മറക്കാൻ പറ്റില്ല. അത് കൂടാതെ എനിക്ക് ഇവിടുന്ന് അമ്മച്ചീനെ കുളിപ്പിക്കാനും അമ്മച്ചീനെ ശുശ്രൂഷിക്കാനും ഒക്കെ ആയിട്ട് എനിക്ക് കുറേ അവസരങ്ങൾ കിട്ടി. അതൊരു ഇപ്പോൾ നോക്കുമ്പോൾ ഇപ്പോഴത്തെ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അമ്മ എന്ന് പറയുന്നത് അതൊരു വലിയ അനുഗ്രഹമാണ്. അതില്ലാണ്ടാകുമ്പോഴേ ആ ഒരു സ്നേഹം അതെന്തായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അതിന് വേണ്ടി വന്നു എന്ന് പറയുന്നതാണ് ഇതിലെ ഒരു വിരോധാഭാസം. So I have a question. So I think Ammachine Pallane Pushpandi was somebody who played like the role of a mother in your life. Yes. Pushpandi was there for everything. Appam aa oru idine പുഷ്പാൻഡി എന്നാണ് എൽഡസ്റ്റ് സിസ്റ്റർ എന്ന് മാത്രമല്ല വൺ ആൻഡ് ഓൺലി സിസ്റ്റർ ഫോർ എൽഡസ്റ്റ് ബിക്കോസ് നല്ല ഏജ് ഗ്യാപ്പ് ഉണ്ട്. ചേച്ചിയായിരുന്നു ഏറ്റവും മൂത്തത്, ഞാൻ ഏറ്റവും ഇളയത്. അപ്പോൾ ഒരു ടിപ്പിക്കൽ കൃഷിക്കാരുടെ ഫാമിലിയായിരുന്നു ഞങ്ങളുടേത്. ചാച്ചനും അമ്മച്ചിയും ഏകദേശം ഒരു 6-7 മണിയൊക്കെ ആകുമ്പോഴത്തേനും കൃഷിപ്പണിയായിട്ട് അങ്ങോട്ട് പോകും. പിന്നെ വരിക വൈകിട്ട് ഒരു 6-7 മണിക്കാണ്. ആ ഒരു സമയത്തിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ 4 ആങ്ങളമാരെയും ഒരമ്മ എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് സ്നേഹവും തന്ന് എല്ലാം വെച്ചുണ്ടാക്കി തന്ന് ഞങ്ങളെ മുന്നോട്ട് നയിച്ചത് ഞങ്ങളുടെ പുഷ്പ ചേച്ചിയാണ്. അപ്പോൾ ഞാൻ ഏറ്റവും ഇളയവൻ എന്ന് പറയുമ്പോൾ പിന്നെ പറയണ്ടല്ലോ. ഇപ്പോഴും എൻ്റെ മനസ്സിലുള്ളത് ചേച്ചി പഠിക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ ചേച്ചീൻ്റെ ഒരു ഹാബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടിലിൽ കിടന്നുകൊണ്ടാണ് പഠിക്കുക. ഞാൻ ആ മേത്ത് കയറി ഇരുന്നും കിടന്നുമായിട്ട് എന്തൊക്കെ വികൃതി കാണിക്കാവോ അത്രയൊക്കെ ചെയ്തിട്ടുണ്ട്. ശരിക്കും എന്നെ അമ്മ വളർത്തിയതിനേക്കാളും കൂടുതൽ എന്നെ വളർത്തിയത് എൻ്റെ ചേച്ചി എന്ന് പറയാനായിട്ട് എനിക്ക് യാതൊരു മടിയില്ല. എൻ്റെ അമ്മേനെ പോലെ തന്നെയാണ്. And I think a huge part of who you are today is also based on എൻ്റെ because of ചേച്ചി, പിന്നെ എൻ്റെ മൂത്ത ചേട്ടൻ. അവർ രണ്ടുപേരുമാണ് ഇന്ന് ഞാൻ എന്താണോ അതിൻ്റെ ഉള്ളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം. സോ അടുത്ത പോലെ കൊണ്ട് ആസ്ക് ഫസ്റ്റ്. സോ അങ്ങനെ ഇപ്പം ഓൾറെഡി ഇപ്പം അമ്മച്ചി മദർ ഫിഗറിൽ പുഷ്പാൻഡി അങ്ങനെ യു ഗോട്ട് മാരിഡ്. ഒരമ്മച്ചീനെ കൂടി കിട്ടി. ആ അമ്മച്ചിയുടെ ഈ പറഞ്ഞ ഏർലിയസ്റ്റ് മെമ്മറീസ് അല്ലെങ്കിൽ ആ അമ്മച്ചിയുടെ എന്താ പറയുക, അതെ അമ്മച്ചിയെ പറ്റി പറയുമ്പോൾ what would you say?
അതെല്ലാവരും ഇവർ പറയുന്ന മാതിരി എനിക്ക് ആദ്യമേ ശ്രീധരൻ തന്നത് അമ്മച്ചി എങ്ങനെയാണെന്നറിയാവോ? So first നമ്മൾ പറഞ്ഞ you were childhood friends. യെസ് Family Yes. friends ആയിരുന്നു. ഓക്കെ, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ ചാച്ചനും അമ്മച്ചി എന്ന് പറയുന്നത് ഒരു ടിപ്പിക്കൽ കൃഷിക്കാരുടെ ഫാമിലി ആയിരുന്നു. അതേപോലെ തന്നെയായിരുന്നു എൻ്റെ വൈഫിൻ്റെ ഫാമിലി. ഓക്കെ, എൻ്റെ ചാച്ചനും അമ്മച്ചി എവിടെ പോകുന്നുണ്ടോ ആ കൂട്ടത്തിൽ എൻ്റെ വൈഫിൻ്റെ അമ്മയും ഉണ്ടാകുമായിരുന്നു, കൃഷിയിടത്തിലും അവിടെയൊക്കെ ആയിട്ട്. അപ്പോൾ എൻ്റെ എയർലി ഓർമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സ്കൂളിൽ പഠിക്കാൻ പോകുന്ന സമയത്ത് ഈ ബുക്ക് മേടിക്കാനും ഒക്കെ ആയിട്ട് ചിലപ്പോൾ പൈസ ഉണ്ടാവില്ല. ആ സമയത്ത് കണ്ടത്തിൻ്റെ വരമ്പത്ത് പോയിരുന്നു ഞാൻ ഭയങ്കര കരയും, ഒച്ചപ്പാടുണ്ടാകും. അപ്പോൾ എനിക്ക് ബുക്ക് മേടിക്കാനായിട്ട് പൈസ എടുത്ത് ചിലപ്പോൾ തന്നുകൊണ്ടിരുന്നത് എൻ്റെ അമ്മായിനെ. ഓക്കെ, എന്നിട്ട് ഇവരിപ്പം ആ സമയത്ത് ഇങ്ങനെ തന്നു. എന്നിട്ട് ഇപ്പം എൻ്റെ പിള്ളേർ പറയുന്നത് അമ്മ അന്ന് ഡാഡിക്ക് ശ്രീധരൻ തന്നുകൊണ്ടിരിക്കുകയാണ്. ഡൗറി അത് അങ്ങനെയൊന്നും അല്ലായിരുന്നു. അതിനുശേഷം ഞങ്ങൾ കണ്ടൊക്കെ കൊയ്ത് കറ്റ ചുമക്കുമ്പോൾ കറ്റയൊക്കെ ചുമന്ന് കുറേ ദൂരെയുള്ള സ്ഥലത്താണ് കൊണ്ടുപോയിട്ടുള്ളത് കണ്ടത്തിൽ നിന്ന്. അപ്പോൾ തിരിച്ചു വരുമ്പം വീണ്ടും ഇതേ അമ്മച്ചി തന്നെ എടുത്ത് കഴിച്ച് തന്നിട്ട് പറയും ചായ ഒക്കെ പോയി കുടിച്ചോട്ടോ എന്ന്. ആര് ചായ കുടിക്കുന്നു? നേരെ അതുകൊണ്ട് കുളിയൊക്കെ കഴിഞ്ഞ് സിനിമ തിയേറ്ററിൽ പോകും, സിനിമ കാണാനായിട്ട്. ഓക്കെ, അതാണൊരു നല്ലൊരു ഓർമ്മ. യെസ്. ഇനി ഞാൻ ചോദിക്കുന്നത്, ഇപ്പം മമ്മിയെ ഡാഡിക്ക് വേ ബിഫോർ, ഇപ്പൊ കല്യാണം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോഴാണ് ഞാൻ വരുന്നത്. ബിഫോർ ദാറ്റ് ഓൾസോ മമ്മി അറിയാം ഡാഡിക്ക് പറഞ്ഞ ഫാമിലി ഫ്രണ്ട്സ് ആണ്, ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആണ്. അപ്പൊ സംതിങ് എൽസ് ഐ ഡോണ്ട് നോ. യാ, സോ മമ്മിയുടെ ക്യാരക്ടറിൽ അല്ലെങ്കിൽ ആഫ്റ്റർ ബിക്കമിങ് എ മദർ മമ്മിയിൽ കണ്ടൊരു ബിഗ് ചേഞ്ച് എന്തായിരുന്നു? ഒരു ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ വലിയ ചേഞ്ച് ഒന്നും ഉണ്ടായിട്ടില്ല. അന്ന് എന്നോടുള്ള ആ ഒരു പൊസസീവ്നെസ്. അല്ല, ഡാഡിനോടൊന്നല്ല, മമ്മിയുടെ ക്യാരക്ടറിലുണ്ട്. മമ്മിയുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതിന് മുന്നേ മമ്മി ചെയ്തുകൊണ്ടിരുന്നത് മമ്മിക്ക് പിന്നെ ചെയ്യാൻ പറ്റാനുണ്ട് അല്ലെ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഞാൻ അത്ര കാര്യമായിട്ട് ഓർക്കുന്നില്ല. 29 years മാത്രമല്ല, എവിടെയൊക്കെയോ ചെറിയൊരു മിസ്സിംഗ് ഉള്ളത്. അത് വല്ലാണ്ട് ചെയ്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മൂത്തയാള് അന്നമ്മ ഉണ്ടായി കഴിഞ്ഞപ്പോൾ അമ്മയുടെ കരിയർ കൂടി വേണ്ടാന്ന് വെച്ചിട്ടാണ് യെസ്, ബിക്കോസ് ഞാൻ അതിനു മുമ്പ് എൻ്റെ കൂട്ടത്തിൽ ഓഫീസിലൊക്കെ വരുമായിരുന്നു, കുറച്ച് നാൾ ജോലി ചെയ്യായിരുന്നു. ക്യാരിയിങ് ആയിരുന്ന സമയത്ത് ഞങ്ങൾ ഒരു ഓൾമോസ്റ്റ് 10 കിലോമീറ്ററോളം, അതിശയോക്തിയല്ല, ഏകദേശം ഒരു 10 കിലോമീറ്ററോളം ഞാൻ നടത്തുമായിരുന്നു. ഓക്കെ, കോരമംഗല ടു ദൊള്ളൂര്. ഏകദേശം ഞങ്ങളിങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് മീൻസ് ഭയങ്കര സ്പീഡിലൊന്നും അല്ല കേട്ടോ. ഇറ്റ് വിൽ ടേക്ക് ഓൾമോസ്റ്റ് 1 hour. ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ നടക്കുമായിരുന്നു. പക്ഷേ ഡെലിവറി ഒക്കെ ആയതിനു ശേഷം അവൾക്ക് കുഞ്ഞിനെ, ഐ മീൻ അന്നമ്മനെ വേറെ ആരെങ്കിലും എടുത്ത് കൊടുക്കാനൊക്കെ ഭയങ്കര മടിയാണ്. ഭയങ്കര മടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുതരം പൊസസീവ്നെസ്. എൻ്റെ കുഞ്ഞ് എന്നുള്ളത് അങ്ങോട്ടേക്കും ഓടിയായി. ഓക്കെ, അതിനുശേഷം ജോലിക്ക് പോകുന്ന കാര്യം പറഞ്ഞു കുഞ്ഞാവയല്ലേ, അവളെ ഇങ്ങനെ എവിടെയെങ്കിലും ഇട്ടിട്ട് പോകുന്നത് ശരിയാണോ? നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മളല്ലേ വളർത്തണ്ടേ? നമ്മുടെ സ്നേഹം കിട്ടി, നമ്മുടെ ക്യാരക്ടർ കിട്ടി വളരണമെങ്കിൽ അത് അമ്മയുടെ അപ്പൻ്റെ കൂടെ തന്നെ വളരണം. ഞാൻ പറഞ്ഞു ഓക്കെ. Our time is completely different from the options. Even no, now. I think we have more options now, like work from home and other options. It was not something that was even possible. So yes. അത് മാത്രമല്ല, വരുന്നോടം വരെ 8 മണി വരെ 9 മണി വരെ നമ്മുടെ സ്വന്തം കുഞ്ഞിനെ വേറൊരു വീട്ടിലിട്ടിട്ട് വളർത്തുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും പറ്റുന്നതിൻ്റെ അപ്പുറമായിരുന്നു എന്നെക്കാളും അമ്മയ്ക്ക്. സോ അമ്മ അതങ്ങനെ മാറി. So I think I have a question. So you've seen mummy go from, say, your friend to being a mother to both of us. Adevole you've seen her go from your daughter, your baby, to having a baby of her own. So adengenundadu. So you are also there. So anganella, you are there during the whole hospital journey also. Now I think nammal full aru hospital journey pregnancy samayam thotte you were there. Nammal oru there was not even a portion that nammal illanda alli daddy illanda oru stand undarilla. So seeing your baby have a baby, experience seeing me being a mother.
അതെന്താ പറയുക, അത് അതുപോലെ fresh. എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു മൂമെൻ്റ് ആയിരുന്നു. ഓക്കെ, ആദ്യം ഞാൻ തന്നെ ചെല്ലണം അവളെ അടുത്ത്. ഓക്കെ, ഞാൻ തന്നെ അതിന് നെറ്റിയിലൊരു ഉമ്മ കൊടുക്കണം എന്നൊക്കെ ഉള്ളതൊരു ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. ഇവളുടേതെന്ന് മാത്രമല്ല, കുഞ്ഞാവയുടെ ആദ്യം എന്താ പറയണ്ടേ, ലേബർ റൂമിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ആദ്യം എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞായിരുന്നു. ഓക്കെ, പിന്നെ അവളെ കണ്ടു കഴിഞ്ഞപ്പോൾ അവളുടെ നെറ്റിയിലൊരു ഉമ്മ കൊടുക്കണം, അത് ഞാൻ തന്നെ ആയിരിക്കണം ആദ്യമേ കൊടുക്കണം എന്നത്, ഡാഡി ഉണ്ടട്ടോ കൂടെ എന്ന് പറയണം എന്നുള്ള ഒരു വലിയ ആഗ്രഹമായിരുന്നു. അത് സാധിച്ചു. ഞാനിങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു ഡാഡി ഉണ്ട്. യെസ്. അതിനുശേഷം ഞങ്ങളുടെ കുഞ്ഞാപ്പൻ്റെ അടുത്ത് ചെന്നിട്ട് അവൻ്റെ കയ്യിൽ നെറ്റിയിൽ ഉമ്മ വെക്കാനൊക്കെ ആയിട്ട് ഭയങ്കര ഒരു എന്താ പറയണ്ടേ കാര്യം. ആദ്യമേ 2 പിള്ളേരൊക്കെ ഉണ്ടായതാണ്, ഇതെൻ്റെ കൊച്ചുമോനാണ്. എന്നാലും ആ കൈ എടുത്തിട്ട് ഒരു ഉമ്മയൊക്കെ കൊടുത്ത്, ഓ ദാറ്റ്സ് എ പ്രൗഡ് മൂമെന്റ് ഓഫ് എ ഗ്രാൻഡ്മ. What is the change you see in me after being? ഓ ഒന്നും പറയണ്ട, എൻ്റെ ഭരിക്കാൻ തുടങ്ങി കുറച്ച് കുറെ കൂടെ കൂടുതൽ ഭരണമാണ്. ഡാഡി അങ്ങനെ ചെയ്യരുത്, ഡാഡി ഇങ്ങനെ ചെയ്യരുത്, ഡാഡി കൈ കഴുകിട്ടോ? കൈ കഴിക്കുക. അവിടെ വന്നു കഴിഞ്ഞാൽ, ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ കുഞ്ഞാവേ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആദ്യം കൈ കഴുകിയിട്ട് മോൻ കഴുകിയിട്ട് ഡ്രസ്സ് മാറ്റിയിട്ട് വാ. ഭാഗ്യം പാൻറ് മാറ്റാൻ പറഞ്ഞില്ല, ബോധം വന്നില്ല എന്ന് തോന്നുന്നു. അതേ പാൻറ് ഇട്ടില്ല ഞാൻ ഓർക്കുന്നേ. ആ പക്ഷേ ഭയങ്കര കൺട്രോളിങ്. ഇതെന്താ ഞങ്ങൾ തന്നെ പിള്ളേരെ കാണാത്തതോ? ആ യെസ്. So as a final concluding thing, is there something you want to talk about Amitsi? Maybe something about her nature, her character. അമ്മച്ചി, Your Amitsi. Your mom. മൈ അമ്മച്ചി ഞാൻ കണ്ടേക്കുന്നതിൽ വെച്ചിട്ട് ഏറ്റവും ധൈര്യശാലിയായിട്ടുള്ള ഒരമ്മ, ഒരു കുടുംബം. ഒരു woman. യെസ്, ഒരു വുമൺ. ധൈര്യശാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ? ഭയങ്കരൻ്റെ മോളാണ്. അപ്പോൾ പിന്നെ ആ ഒരു ക്യാരക്ടർ കാണിക്കാതിരിക്കുമോ? ആ ഒരു ധൈര്യം അത് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഒരു കൈൻഡ്നെസ്, ആ കൈൻഡ്നെസ് കൂടുതൽ കിട്ടിയേക്കുന്ന എനിക്ക് തോന്നുന്നു ചാച്ചന് കിട്ടണമെന്ന് തോന്നുന്നു. ഓക്കെ, ചാച്ചനും അമ്മയും കൂടെ കൂടിയിട്ടുള്ള ആ ഒരു ഞങ്ങൾ ആരാണെന്നും ഞങ്ങൾ എങ്ങനെയാണ് വളർന്നു വരേണ്ടതെന്നും കാണിച്ചു തന്നത് ഞങ്ങളുടെ അമ്മച്ചിയാണ്. കൂടുതൽ ചാച്ചനും. അമ്മച്ചീനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ പറയും എപ്പോഴും അമ്മച്ചീനെ കുറിച്ച് പറയാം. നോ, അവർ രണ്ടുപേരും ഒന്നായിരുന്നു. Yeah. But I'm അമ്മച്ചി saying, like, അമ്മച്ചി as ഉള്ളവർക്ക് Amitsi, there's a ചാച്ചനുണ്ടാവും. specific character welcome. ധൈര്യശാലി, എന്ത് കാര്യത്തിനെയും നേരിടാനായിട്ട്. I think that's something we've also seen. Very bold. വെരി ബോൾഡ്. Even at the, so daddy കാണുന്ന ഒരു ഏജിനേക്കാളും നമ്മൾ കുറെ കൂടി ഓൾഡർ ആയപ്പോഴാണ് നമ്മൾ അമ്മച്ചിനെ കാണുന്നത്. Even then the way she makes decisions, or I think till the end she was making decisions. Yes. the way she's making decisions, or the way she takes control of a situation, or how she stands up for her family, I think Yeah. ദാറ്റ് ഈസ് ദ ഡിഫറെൻ്റ് സ്റ്റോറി. ഞങ്ങളുടെ അമ്മ ആയിരുന്നു ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ബാക്ക് ബോൺ. എല്ലാ അമ്മമാരും അങ്ങനെ ആയിരിക്കണം. അവരായിരിക്കണം ഒരു കുടുംബത്തിൻ്റെ ബാക്ക് ബോൺ. ദാറ്റ്സ് ഇറ്റ്. You would like to tell her something like you couldn't tell her before. What to? അമ്മ ഐ ലവ് യു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അമ്മയില്ലാത്തതിൻ്റെ ഏറ്റവും കൂടുതൽ സങ്കടം ശരിക്കും ഇപ്പോഴാണ്. ഓക്കെ, അമ്മയുണ്ടായിരുന്നെങ്കിൽ ചേച്ചി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാനിപ്പം ഒരു ദിവസത്തിൽ മിനിമം ഒരു തവണയെങ്കിലും ആലോചിക്കും. ഈ ഒരു വീഡിയോ കാണുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, അമ്മേനെ സ്നേഹിക്കാൻ പറ്റുമെങ്കിൽ, പെങ്ങന്മാരെ സ്നേഹിക്കാൻ പറ്റുമെങ്കിൽ അതിനേക്കാളും വലിയൊരു ഭാഗ്യം നമ്മുടെ ആണുങ്ങളുടെ ജീവിതത്തിൽ വേറെ കിട്ടാനില്ല. അവരെ സ്നേഹിക്കുക. നിങ്ങളവർക്ക് എന്ത് കൊടുക്കുന്നു എന്നുള്ളതല്ല, ഒന്നും കൊടുത്തില്ലെങ്കിലും മോണിറ്ററിലി എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ കൂടി ലവ് ദം, അതിൻ്റെ പ്രതിഫലം തമ്പുരാൻ തരും. അപ്പോൾ നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സും ഹാപ്പി മദേഴ്സ് ഡേ പറഞ്ഞിട്ട് ഹാപ്പി മദേഴ്സ് ഡേ. especially if there's mothers there. The mothers in heaven and in earth. Everybody. Everybody. All mothers, all loving mothers. Happy Mother's Day. Happy Mother's Day. Mother's Day.